يا سيد السادات جئتك قاصدا أرجو إماك فلا تخيب مقصدي يا رب صل على النبي محمد قد حل بما قد ألمت من الأذى والظلم والظلم الشديد فأفقدي يا رب صل على النبي محمد وليس وهب لديك وسيلة فمن علي بفضل جودك أسألي يا رب صل على النبي محمد منذ الخلائق من جهنم في وضيم. الله رب العزة والجلال മുത്തഹദീദിനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹു കൊണ്ട് ബർക്കത്തുണ്ട്. അവിടുത്തെ അവദാനങ്ങൾ പ്രകീർത്തിക്കാൻ സ്വലാത്ത് സലാമിലൂടെ ഞങ്ങളെ ഈമാനുള്ള സത്യ വിശ്വാസികളാണെന്ന് അവിടുത്തെ രേഖപ്പെടുത്താൻ വേണ്ടി ഇവിടെ തടിച്ചുകൂടിയ അപാലവൃത്തൻ ജനങ്ങൾക്കും സത്യവിശ്വാസികൾക്കും എല്ലാവിധ നന്മകളും ഈ രാത്രിയുടെ ബർക്കത്തിൽ മജ്‌ലിസിന്റെ ഹുർമത്തുകൊണ്ട് അല്ലാഹു തആല നൽകുമാറാകട്ടെ. അല്ലാഹു തആലയ്ക്ക് പൊരുത്തപ്പെട്ട അമൽ സാദിയാക്കി നാഥനായ റബ്ബ് ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. ആക്കിപറ്റ നന്നാവണം, കലിമ ചെല്ലണം, മരിക്കണം, കിബരിക്കെതിരെ കിടക്കണം, ഒളവോടുകൂടി മരിക്കണം, വിഷാദത്തോടുകൂടി മരിക്കണം. ഇതിനെല്ലാം അല്ലാഹു നമുക്ക് തോഫീഖ് ചെയ്യുമാറാകട്ടെ. നന്മകൾ മനസ്സിലാക്കാനും നല്ലവരായി ചിന്തിക്കാനും അതിലൂടെ നല്ലൊരു ജീവിതം ജീവിച്ച് ആഹ്ലത്തിലേക്കുള്ള വിലപ്പെട്ട സമ്പാദ്യങ്ങൾ സ്വന്തമാക്കാനുമാണ്. അതായിരിക്കണം ചില ആൾക്കാർക്ക് വേറെന്ന് പറയുന്നത് നേരം പോക്കാൻ, ഇത് വിനോദമാണ്, ഒരു ടൈം പാസ്സാണ്, തമാശ. അവർക്കൊന്നും അവർക്ക് ജാമ്യം കിട്ടത്തില്ല. ഭയങ്കര കേസാണ്. ഇൽമിന്റേതായ മഹത്വം, അതിന്റെ ആധികാരികത, അതിന്റെ ഗൗരവം, ഇതെല്ലാം അതാണ് വിളിച്ചറിയിക്കുന്നത്. വയല് കേട്ട് നന്നായവരിൽ സ്വർഗത്തിന്റെ അവകാശികളായി ചെല്ലുന്നവരിൽ, ഈമാൻ ശക്തിപ്പെടുന്നവരിൽ അല്ലാഹു മാന്യവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വയല് കേട്ട് ചീത്തയാകുന്നവരിൽ നിന്നും പ്രശ്നം കാത്തി രക്ഷിക്കും. രണ്ടുകൊണ്ട് വയല് കേട്ടാൽ നന്നാവുകയും ചെയ്യും, ചീത്തയാവുകയും ചെയ്യും. അതൊന്നുമില്ല, പ്രവൃത്തിയിലേക്ക് വരുമ്പോഴാണ് നന്നാവുന്നത്. ഇന്ന സമ്മതൽ ബസറവൽ ഫുആദ് കുല്ലു ഉലൈക കാന മസ്ഊല. നിങ്ങളുടേതായ ഹൃദയം എന്ത് ചിന്തിച്ചു, എന്ത് പ്ലാനിട്ടു, ഇതിനെ സംബന്ധിച്ചൊക്കെ അല്ലാഹുവോട് ചോദിക്കും. നമ്മുടെയൊക്കെ ഹൃദയത്തെ വലിയ വലിയ ആസൂത്രണം നടന്നുകൊണ്ടിരിക്കുക. ഭയങ്കര ആസൂത്രണം പ്രകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ദുനിയാവിൻ്റെതായ ആസൂത്രണ പദ്ധതികളിൽ എത്ര ഹൃദയങ്ങളാണ് മലീമസമായി പോയത്. അവിടെയൊന്നും അല്ലാഹുവിനെ പറ്റി ചിന്തയില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ബോധമില്ല. മരണപ്പെടുമെന്നുള്ളതായ യാഥാർത്ഥ്യം ചിന്തിക്കുന്നില്ല. ആ ഹൃദയം നേരായ മാർഗത്തിലേക്ക് കൂടി ചിന്തിച്ച എത്ര ആൾക്കാരാണ് വലിയ വലിയ അത്യുന്നതമായിരിക്കുന്ന അല്ലാഹുവിന്റെ ഔദാര്യന്മാരായി തീർന്നത്, സാലിഹ്യങ്ങളായി തീർന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ഹൃദയം ഒരു ചോദ്യചിഹ്നമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഭാഗദേഹത്തിന്റെ ഹൃദയം നിർണായകമായിരിക്കുന്ന പങ്ക്